നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഇരിക്കുകയല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു +1, +2, ഒരു കോളേജ് പ്രായമൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ ഷേപ്പെല്ലാം മാറും അല്ലേ? നിങ്ങൾ ബോയ്സ് ആണെങ്കിൽ മീശയൊക്കെ ഇപ്പോഴും പലരൊക്കെ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിടിക്കാറൊന്നും ആയിട്ടില്ല. എന്താണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മീശയൊക്കെ പിടിക്കും, നല്ല ലുക്കൊക്കെ ആയും അല്ലേ? ചേച്ചിമാരാണെങ്കിൽ ഇതുവരെ ഉപയോഗിക്കാത്ത മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നൊരു സമയം വരും. അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോഴൊക്കെ ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല സുഹൃത്തുക്കൾ. ഞാൻ പണ്ട് കേട്ടൊരു കാര്യം ഇപ്രകാരമാണ്. ഒരാളോട് പറഞ്ഞു, ആ വ്യക്തി എങ്ങനെ ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ മതി. അവൻ്റെ കൂട്ടുകാരനെ കാണുമ്പോൾ അറിയാം, ഓ ആ വ്യക്തി അപ്പോൾ കുഴപ്പമില്ല, കാരണം ഇവരോടാണല്ലോ കൂട്ട്. പക്ഷെ ചില കാണും, ഇവൻ്റെ കൂടാണോ കൂട്ട്, അപ്പോൾ അവൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എൻ്റെ ജീവിതത്തിൽ വരുന്ന എൻ്റെ സുഹൃത്ത് പ്രയോജനമുള്ള ഒരു സുഹൃത്തായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം തരുന്ന ഒരു സുഹൃത്തായിരിക്കണം. കാരണം നിങ്ങൾ ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒത്തിരി കൂട്ടുകാരെ കണ്ടുമുട്ടും. ആ കൂട്ടുകാരെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളെ കൈത്താങ്ങുന്ന, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളൊന്ന് ക്ഷീണിക്കുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കൂട്ടുകാർ. അതേസമയം തന്നെ നിങ്ങളും ആരായി മാറണം? മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണം. നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരൊക്കെ വളരെ വിഷമത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, എന്തിനു നീ വിഷമിച്ചിരിക്കുന്നു? നിനക്കൊരു യേശുപ്പച്ചനുണ്ട്. ആ യേശുപ്പച്ചൻ നിൻ്റെ ഏത് വിഷയത്തിനും നിന്നെ ചേർത്ത് പിടിക്കും. നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? എൻകറേജ് ചെയ്യാൻ പറ്റും. അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ, അവർ തളർന്നിരിക്കുമ്പോൾ അവർ പറയടാ, ഇങ്ങനെ വിഷമിക്കാതെ, നീ ഇങ്ങനെ കരയാതെ, യേശുപ്പച്ചനോട് നീ പ്രാർത്ഥിച്ചാൽ മതി. യേശുപ്പച്ചൻ നിനക്ക് വേണ്ടി ഒത്തിരി മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് എൻകറേജ് ചെയ്യാൻ നമുക്ക് കഴിയും. മോശ പറയുകയാണ്, കനാൻ ദേശം. എന്താണ് കനാൻ ദേശം? നമ്മളോട് കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ഒരു ദേശമാണ് കനാൻ ദേശം. നമുക്ക് പോയാലോ? അവരെങ്ങനെ പറഞ്ഞു വിടുമ്പോൾ മൊത്തം 12 പേരെയാണ് പറഞ്ഞു വിടുന്നത്. എന്നാൽ അവർ പോയിട്ട് ബാക്കിയുള്ള 10 പേര് വന്നിട്ട് അവർ പറഞ്ഞത് നെഗറ്റീവായിട്ട്, ഒരിക്കലും ഒരു എൻകറേജിങ് വേർഡ്സ് അല്ല അവർ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ പൊന്ന മോശപ്പച്ച നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കാരണം ഞങ്ങൾ നോക്കി മല്ലന്മാരായുള്ള ഒത്തിരി ആളുകളെ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും ഇത് പറ്റുകയില്ല. പക്ഷേ യോശുവയും കാലേബും ഇവർ രണ്ടുപേരും ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ ഇത്രത്തോളം ദൈവം നടത്തിയെങ്കിൽ ഇനിയും ദൈവം നടത്തും. അവിടെ തളർന്നിരുന്ന ഈ 10 പേർ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ട് തളർന്നിരുന്നു, മുഖം മാടിയിരുന്നവരുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായ ഒരു തേജസ്സുണ്ട്. കാരണം എന്താണ്? നമ്മളെ കൊണ്ട് പറ്റും, കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഇതേ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ കൂടെ യേശുപ്പച്ചനുണ്ട്.